ഹലോ വെൽക്കം ബാക്ക് ടു യമ്മി മലബാർ. ഇന്ന് നമ്മൾ ഓവൻ ഇല്ലാതെ ഒരേ സമയം 2 ചോക്ലേറ്റ് ട്രഫിൾ കേക്കിൻ്റെ റെസിപ്പിയാണ് ചെയ്തെടുക്കുന്നത്. ഒന്ന് 1 കിലോ വെയിറ്റ് വരുന്ന ചോക്ലേറ്റ് ട്രഫിളും 1.5 കിലോ വെയിറ്റ് വരുന്ന ചോക്ലേറ്റ് ട്രഫിളും ആണ്. അപ്പോൾ നമുക്ക് ഒട്ടും താമസിയാതെ വീഡിയോയിലേക്ക് പോകാം. അതിന് മുന്നേ ആയിട്ട് യമ്മി മലബാർ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. അപ്പോൾ ആദ്യം തന്നെ ചോക്ലേറ്റ് ഡെക്കറേഷനുള്ള കാര്യമാണ് ചെയ്തെടുക്കുന്നത്. അപ്പം നിങ്ങൾ ചോക്ലേറ്റ് ഡെക്കറേഷനൊക്കെ കേക്കിന് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആദ്യം ചെയ്യേണ്ട സ്റ്റെപ്പ് നമ്മൾ അതൊന്ന് റെഡിയാക്കി വെക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിനായിട്ട് ഒരല്പം ചോക്ലേറ്റ് ഞാനൊന്ന് ഗ്രേറ്റ് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഈ ചോക്ലേറ്റ് ഒന്ന് മെൽറ്റ് ചെയ്തെടുത്തിട്ട് വരാം. അപ്പോൾ ചോക്ലേറ്റ് ഓവൻ ഇല്ലാതെ പെർഫെക്റ്റ് ആയിട്ട് മെൽറ്റ് ചെയ്യുന്ന രീതി ഞാൻ മുൻപ് ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പ്രീവിയസ് വീഡിയോ ഒന്ന് പോയിട്ട് ഒന്ന് ചെക്ക് ചെയ്താൽ മതി. അപ്പോൾ ഇതേ ചോക്ലേറ്റ് എല്ലാം ഞാനിവിടെ മെൽറ്റ് ചെയ്തെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഇതേപോലുള്ളൊരു ഷീറ്റ് നമുക്ക് ബേക്കിംഗ് ഷോപ്പിൽ നിന്ന് മേടിക്കാൻ കിട്ടും. ചോക്ലേറ്റ് ഡെക്കറേഷൻ ആയിട്ടുള്ള ഷീറ്റ് ഇതുപോലെ ഉണ്ട്. ഇതിപ്പോൾ ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബട്ടർ പേപ്പറിൽ ചെയ്തെടുത്താലും മതി. അതിൽ നമുക്കിതൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് ഡ്രൈ ആയി വന്നാൽ നമുക്ക് ഏത് ഷേപ്പിലാണോ വേണ്ടത് അതിനനുസരിച്ചിട്ട് നമുക്ക് കട്ട് ചെയ്ത് മാറ്റി വെക്കാം. അടുത്തതായിട്ട് നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് അരിച്ച് മാറ്റി വെക്കണം. അപ്പോൾ അതിനായിട്ട് ഒരു അരിപ്പയിലേക്ക് 1.25 കപ്പ് അളവിൽ മൈദയും 1/4 കപ്പ് അളവിൽ കോക്കോ പൗഡറും 1.5 ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് പൗഡറും 1/4 ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് സോഡയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അരിച്ച് മാറ്റി വെക്കാം. അപ്പം നമുക്ക് 2 കേക്കാണ് ചെയ്തെടുക്കേണ്ടത്. പക്ഷേ നമ്മൾ ബാറ്റർ ഒറ്റ തവണയായിട്ടാണ് ചെയ്തെടുക്കുന്നത്. അപ്പം നമുക്ക് അത്രയും സമയം ലാഭമാണ്. അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് ചോക്ലേറ്റ് ഗനാഷ് ചെയ്തെടുക്കാനായി വെയിനിങ് സ്കെയിലാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതേപോലെ മെഷർ ചെയ്ത് ഇതേപോലുള്ള വെയിനിങ് സ്കെയിൽ നിങ്ങളുടെ കയ്യിൽ ഇല്ലാന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ഇപ്പം നിങ്ങൾ 1 കപ്പ് വിപ്പിംഗ് ക്രീം എടുക്കുകയാണെങ്കിൽ നിങ്ങളതിൻ്റെ ഡബിൾ അളവിൽ ചോക്ലേറ്റ് എടുക്കുക. അതായത് 2 കപ്പ് അളവിൽ ചോക്ലേറ്റ് എടുക്കുക. അല്ലെങ്കിൽ സെയിം റേഷ്യോയിലും ചെയ്തെടുക്കാം. പക്ഷേ എനിക്ക് ഒന്നും കൂടി ഇഷ്ടം നമ്മൾ ഇപ്പോൾ ക്രീം എടുക്കുന്നതിൻ്റെ ഡബിൾ ക്വാണ്ടിറ്റി ആയിട്ട് നമ്മൾ ചോക്ലേറ്റ് എടുക്കുന്നതാവും നല്ലത്. അപ്പോൾ ഞാനിവിടെ ചോക്ലേറ്റും ക്രീമും എല്ലാം ഒന്ന് മെഷർ ചെയ്തിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഞാനിത് ഡബിൾ ബോയിലാണ് ചെയ്തെടുക്കുന്നത്. അങ്ങനെ ചെയ്യാനുള്ള കാരണം മറ്റൊന്നുമല്ല, ഇപ്പം നമ്മൾ ചോക്ലേറ്റ് ഡെക്കറേഷനായിട്ട് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്ത ബൗളില്ലേ, അതിലൊരല്പം കൂടി ചോക്ലേറ്റ് ഉണ്ട്. അപ്പോൾ അതും കൂടി ഇതിലൊന്ന് ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ ഡബിൾ ബോയിൽ ചെയ്തെടുക്കുന്നത്. ഇതെല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ക്രീം ഒന്ന് ചൂടാക്കിയതിന് ശേഷം അതിലേക്ക് ചോക്ലേറ്റ് ഇട്ട് കൊടുത്താലും മതി. ഇനി നമുക്ക് മുട്ട ബീറ്റ് ചെയ്തെടുക്കാനായിട്ട് തുടങ്ങാം. അപ്പോൾ അതിനായിട്ട് ഒരു ബൗളിൽ 6 മുട്ട എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. 1.5 ടീസ്പൂൺ അളവിൽ വാനില എസൻസും കൂടി ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. മുട്ട ഒന്ന് ജസ്റ്റ് ഒന്ന് ബീറ്റായി വന്നാൽ ഇതിലേക്ക് നമുക്ക് പൊടിച്ച പഞ്ചസാര കുറേശ്ശെയായിട്ട് ചേർത്തിട്ട് നന്നായിട്ട് നല്ല ക്രീമി ആയിട്ട് വരുന്നത് വരെ മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഞാനിവിടെ 1.25 കപ്പ് അളവിൽ പഞ്ചസാര മിക്സിയുടെ ജാറിലിട്ടിട്ട് പൊടിച്ചെടുത്തതാണ്. വലിയ തരികളുള്ള പഞ്ചസാരയാണെങ്കിൽ ഇതേപോലെ പൊടിച്ചിട്ട് വേണം ചേർക്കാനായിട്ട്. അപ്പോൾ മുട്ടയും പഞ്ചസാരയും നന്നായിട്ട് ബീറ്റായി വന്നിട്ടുണ്ട്. അതിനുശേഷം നമുക്കിതിലേക്ക് ഓയിൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ കേക്കിൻ്റെ ടേസ്റ്റ് ഒന്നും കൂടി കൂട്ടാനായിട്ട് ഞാനിതിലേക്ക് ഓയിലിന് പകരം ബട്ടറാണ് ചേർത്ത് കൊടുക്കുന്നത്. 1/2 കപ്പ് അളവിൽ ബട്ടർ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കണം. അപ്പോൾ മുട്ടയും പഞ്ചസാരയും ബട്ടറെല്ലാം മിക്സ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ അരിച്ച് മാറ്റി വെച്ച ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇതിലേക്ക് കുറേശ്ശെയായിട്ട് ചേർത്തിട്ട് ഒരു സ്പാച്ചിൽ വെച്ചിട്ട് പതിയെ അങ്ങ് ഫോൾഡ് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം മുഴുവനായിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് കേക്ക് ടിന്നിലോട്ട് മാറ്റാം. അപ്പോൾ 5 ഇഞ്ചിൻ്റെ ഒരു കേക്ക് ടിന്നും അതേപോലെ തന്നെ 7 ഇഞ്ചിൻ്റെ ഒരു കേക്ക് ടിന്നും എടുത്തിട്ടുണ്ട്. അതിന് താഴെ മാത്രം ബട്ടർ പേപ്പർ ഒന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മുടെ കേക്കിൻ്റെ ബാറ്റർ ഒഴിച്ച് കൊടുത്തതിന് ശേഷം പ്രീ ഹീറ്റ് ചെയ്ത പാനിൽ വെച്ചിട്ട് 35 മിനിറ്റ് നമുക്ക് ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ 7 ഇഞ്ചിൻ്റെ കേക്ക് ടിന്ന് 35 മിനിറ്റ് എടുത്തിട്ടുണ്ട് ബേക്ക് ആവാൻ. പക്ഷേ നമ്മുടെ 5 ഇഞ്ചിൻ്റെ കേക്ക് ടിന്ന് 25 മിനിറ്റാണ് ഇത് ബേക്ക് ചെയ്യാനെടുത്ത ടൈം. അപ്പോൾ ഇത് നമ്മുടെ കേക്കെല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ ചൂടൊക്കെ മുഴുവനായിട്ട് മാറിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മൗൾഡിൽ നിന്ന് മാറ്റിയതിന് ശേഷം ലെയർ ചെയ്ത് കട്ട് ചെയ്ത് മാറ്റി വെക്കാം. അപ്പോൾ കേക്കെല്ലാം ഇവിടെ ലെയർ ആക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ചോക്ലേറ്റ് ഗനാഷ് ഞാൻ കാണിച്ചു തരാം. കണ്ടില്ലേ, നമ്മുടെ ചോക്ലേറ്റ് ഗനാഷ് ഇവിടെ പെർഫെക്റ്റ് ആയിട്ട് തന്നെ റെഡി ആയിട്ടുണ്ട്. ഇതും നമുക്ക് അരിച്ചിട്ട് മാറ്റി വെക്കണം. എന്തെങ്കിലും കട്ടകളൊക്കെ ഉണ്ടെങ്കിൽ അത് പോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അരിച്ച് മാറ്റി വെക്കുന്നത്. അപ്പോൾ നമ്മുടെ കേക്ക് വെറ്റ് ചെയ്തെടുക്കാനുള്ള ഷുഗർ സിറപ്പും ഞാനിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഷുഗർ സിറപ്പിനായിട്ട് ഞാനിവിടെ 2.5 കപ്പ് അളവിൽ വെള്ളവും 1/2 കപ്പ് അളവിൽ പാലും പിന്നെ അതേപോലെ തന്നെ 1.5 കപ്പ് അളവിൽ പഞ്ചസാരയും കൂടിയിട്ട് മിക്സ് ചെയ്തെടുത്തതാണ് നമ്മുടെ ഈ ഷുഗർ സിറപ്പ് എന്ന് പറയുന്നത്. അതിലേക്ക് ഞാനൊരല്പം
ചോക്ലേറ്റ് ഗനാഷ് കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നമ്മളിപ്പം ചോക്ലേറ്റ് ട്രഫിൾ കേക്ക് അല്ലേ ചെയ്തെടുക്കുന്നത്, അപ്പോൾ അതിന് പേരിൽ ഒരു ചോക്ലേറ്റ് ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്തെടുക്കുന്നത്. പിന്നെ ഷുഗർ സിറപ്പ് നിങ്ങൾക്ക് നോർമലായിട്ടുള്ള വെള്ളത്തിലും ചെയ്തെടുക്കാവുന്നതാണ്. പിന്നെ ഈ ഒരു 2 കേക്കിന് ഈ ഷുഗർ സിറപ്പ് കുറച്ച് അധികമാണ്. ഇത് ഞാൻ വേറൊരു കേക്ക് കൂടി വെറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇത്രയും അധികം ചെയ്തിട്ടുള്ളത്. ഡിസ്ക്രിപ്ഷൻ ബോക്സ് ചെക്ക് ചെയ്താൽ കറക്റ്റ് മെഷർമെൻറ്റ് നിങ്ങൾക്ക് കിട്ടും. ഇനി നമുക്ക് ക്രീം ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ 2.25 കപ്പ് അളവിൽ ക്രീം എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരല്പം ഐസിങ് ഷുഗറും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്ന ക്രീം ഫിയോണ ക്രീമാണ്. അതിലൊരല്പം മധുരക്കുറവുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഐസിങ് ഷുഗർ ചേർത്തിട്ട് ബീറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ക്രീമിലേക്ക് ഒരല്പം ചോക്ലേറ്റ് ഗനാഷ് കൂടി ആക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഐസിങ്ങിനുള്ള ക്രീമും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കേക്ക് എല്ലാം കൂടി ഒന്ന് അസംബിൾ ചെയ്തെടുക്കാം. അപ്പോൾ അതിനായിട്ടൊരു കേക്ക് ബോർഡ് എടുക്കുക. അതിലേക്ക് ക്രീം സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം കേക്കിൻ്റെ ഫസ്റ്റ് ലെയർ വെച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഷുഗർ സിറപ്പ് കൊണ്ട് നന്നായിട്ടൊന്ന് വെറ്റ് ചെയ്ത് കൊടുക്കാം. ശേഷം ക്രീം സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ചോക്ലേറ്റ് ട്രഫിൾ കേക്കാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ പേരിൽ ക്രീം സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരല്പം ചോക്ലേറ്റ് ഗനാഷ് കൂടി ആക്കി കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഓരോ ലെയറും നമുക്ക് ഇതേപോലെ അങ്ങ് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ ഫസ്റ്റ് കേക്ക് ഞാനിവിടെ ക്രം കോട്ട് ചെയ്ത് എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് അടുത്ത കേക്കും ഇതേപോലെ അങ്ങ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ കേക്കും ക്രം കോട്ട് ചെയ്തതിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് നമ്മുടെ 1 kg വെയിറ്റ് വരുന്ന കേക്ക് ഞാനിവിടെ പുറത്തേക്ക് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ക്രീം ഇതിൻ്റെ മുകളിൽ മുഴുവനായിട്ടൊന്ന് കവർ ചെയ്തെടുക്കാം. ക്രീം മുഴുവനായിട്ട് കവർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഞാനിത് ഫ്രിഡ്ജിലോട്ട് മാറ്റി വെക്കുകയാണ്. ശേഷം നമ്മുടെ സെക്കൻഡ് കേക്കും പുറത്തേക്ക് എടുത്തിട്ട് ഇതേപോലെ നന്നായിട്ട് കവർ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ 2 കേക്കും നന്നായിട്ട് 2-3 മണിക്കൂർ നന്നായിട്ട് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുക്കണം. എന്നിട്ട് വേണം നമുക്ക് ചോക്ലേറ്റ് ഗനാഷ് ഇതിൻ്റെ മുകളിലേക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ അതേ ഞാൻ കേക്ക് ഇവിടെ പുറത്തേക്ക് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ചോക്ലേറ്റ് ഗനാഷ് ഇതിന് മുകളിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഗനാഷൊക്കെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മുടെ കേക്ക് നന്നായിട്ട് തണുപ്പുണ്ടായിരിക്കണം. എന്നാലാണ് നമുക്ക് ആ ഗനാഷ് പെർഫെക്റ്റ് ആയിട്ട് കേക്കിൻ്റെ മുകളിൽ സ്റ്റിക്ക് ചെയ്ത് നിർത്താനായിട്ട് പറ്റുള്ളൂ. ആ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം. അപ്പോൾ ഇതേ നമ്മുടെ ആദ്യത്തെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിന് സൈഡിലൊരു ഡിസൈനായിട്ട് ഞാൻ പാലറ്റ് നൈഫ് വെച്ചിട്ട് ഇതേപോലെ ഒന്ന് ആക്കി കൊടുക്കുന്നുണ്ട്. പാലറ്റ് നൈഫ് ഡിസൈന് കിട്ടാൻ വേണ്ടിയിട്ട് ഇതേപോലെ നമുക്ക് നമ്മുടെ സെക്കൻഡ് കേക്കും ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങൾ ചെയ്തെടുക്കുമ്പോൾ ചോക്ലേറ്റ് ഗനാഷ് നല്ല തിക്കായിട്ട് പോയിട്ടുണ്ടെങ്കിൽ ഒരു 2-3 മിനിറ്റ് ഒന്ന് ചൂടുവെള്ളത്തിലൊന്ന് ആ പാത്രം ഒന്ന് ഇറക്കി വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടും. അതേ നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഞാൻ ഇതിനൊരു ബോർഡർ വരച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിനായിട്ട് ഒരു പൈപ്പിംഗ് ബാഗിലേക്ക് ചോക്ലേറ്റ് ക്രീം വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതേപോലെ ബോർഡറും വരച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ മുകളിൽ ഇതേപോലെ ഡിസൈൻ ചെയ്ത് കൊടുത്തിട്ട് ചെറീസും വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ചോക്ലേറ്റ് ഡെക്കറേഷൻ, നമ്മൾ ചെയ്തെടുത്ത ചോക്ലേറ്റ് ഡെക്കറേഷൻ. അതും കൂടി വെച്ച് കൊടുത്താൽ നമ്മുടെ ആദ്യത്തെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു കേക്കിൻ്റെ വെയിറ്റ് വന്നിട്ട് 1/2 kg ആണ്. അപ്പോൾ 1 kg ചോക്ലേറ്റ് ട്രഫിളിന് 700 രൂപയാണ് വാങ്ങുന്ന റേറ്റ്. അപ്പോൾ ഈ സെക്കൻഡ് ചോക്ലേറ്റ് ട്രഫിൾ കേക്ക് നമുക്ക് നോക്കാം. അത് ഡെക്കറേറ്റ് ചെയ്യുന്നത് ഇതേപോലെ ചോക്ലേറ്റ് ഇങ്ങനെ ഗ്രേറ്റ് ചെയ്ത് വെക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് ചോക്ലേറ്റ് ബോൾസ് ഇത് കടയിൽ നിന്ന് മേടിച്ചതാണ്, അതും കൂടി വെച്ച് കൊടുക്കാം. പിന്നെ നമ്മൾ ചെയ്തെടുത്ത ചോക്ലേറ്റ് ഡെക്കറേഷനും കൂടി വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ രണ്ടാമത്തെ കേക്കും ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ കേക്ക് റെസിപ്പി. എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്